വെസ്റ്റ് ബാങ്കിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി സൈനികൻ മിസോറാമിൽ നിന്നുള്ള ഇന്ത്യൻ വംശജൻ. ജൂതമതവിശ്വാസികളുടെ പിന്തുടർച്ചക്കാരാണ് എന്ന് കരുതി മിസോറാമിലെ ബിനയ് മെനാഷെ സമൂഹത്തിൽ നിന്ന് ഇസ്രയേലിലേക്ക് കുടിയേറിയ ജെറി ഗിഡിയൻ ഹങ്കൽ എന്ന സൈനികനാണ് കൊല്ലപ്പെട്ടത്. IDF വ്യക്തമാക്കിയ വിവരങ്ങളാണ് ഇത്. ഹമാസ് പോരാളി ഇസ്രയേലി സൈനിക പോസ്റ്റിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയതാണ് അപകട കാരണമെന്ന് IDF പറഞ്ഞു. 58-കാരനായ ഹമാസ് പോരാളി ഓടിച്ച ട്രക്ക് ഇസ്രയേൽ സൈനിക വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹങ്കൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ സൈന്യം അറിയിച്ച വിവരങ്ങൾ അങ്ങനെയാണ്. നോർത്ത് ഈസ്റ്റിലെ ബിനയ് മെനാഷെ വിഭാഗത്തിൽപ്പെട്ട യുവാവ് 2020-ലാണ് ഇസ്രയേലിലേക്ക് കുടിയേറുന്നത്. ഇന്ത്യൻ വംശജനായ ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെട്ടതായി ബിനയ് മെനാഷെ കമ്മ്യൂണിറ്റി സ്ഥിരീകരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച നടന്നു. ഏകദേശം 300 ബിനയ് മെനാഷെ ചെറുപ്പക്കാർ നിലവിൽ ഇസ്രായേൽ സൈന്യത്തിനു വേണ്ടി ഫലസ്തീനെതിരെ ഗസയിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ഹമാസിനെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിൽ നിരവധി മിസോ കുക്കി വംശജരുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലാണ് ബിനയ് മെനാഷെ വിഭാഗക്കാരുള്ളത്. തങ്ങളുടെ ഗോത്രത്തിന് ഇസ്രായേലുമായി ബന്ധമുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 1950-കളിൽ മിസോ കുക്കി ഗോത്രക്കാരായ ചിലർ തങ്ങളുടെ പൂർവികർ ഇസ്രായേലിൽ നിന്ന് അസീറിയൻ യുദ്ധസമയത്ത് കാണാതായ ഗോത്രത്തിൽപ്പെട്ടതാണ് എന്നും അവകാശപ്പെട്ടിരുന്നു. 2005-ൽ ബിനയ് മെനാഷക്കാരെ ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിക്കുകയും തുടർന്ന് 50,000-ലേറെ ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏകദേശം 1500 പേരാണ് കുടിയേറിയത്. ജൂതമതം സ്വീകരിച്ച ഇവരെ ആദ്യം ഗസ മുനമ്പിലായിരുന്നു ഇസ്രായേൽ താമസിപ്പിച്ചത്. പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിന്യസിച്ചു. ഇസ്രായേലിലേക്ക് തിരിച്ചെത്തുന്ന ജൂതരെ പോലെ ഇവരെയും നിർബന്ധിത സൈനിക സേവനത്തിന് ഇസ്രായേൽ ഭരണകൂടം നിയോഗിച്ചിരുന്നു. അതേസമയം ഇസ്രായേലിലേക്ക് കുടിയേറാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ 5000-ഓളം ബിനയ് മെനാഷെ വിഭാഗക്കാർ മിസോറാം, മണിപ്പൂർ എന്നിവിടങ്ങളിൽ നിലവിലുണ്ട്. ജൂതമത വിശ്വാസികളുടെ പിന്തുടർച്ചക്കാരാണ് എന്ന് കരുതുന്ന ബിനയ് മെനാഷെ വിശ്വാസ സമൂഹത്തിലെ അംഗങ്ങളാണ് ഇസ്രായേൽ സേനയുടെ ഭാഗമായി യുദ്ധമുന്നണിയിലുള്ളത്. ഹമാസിനെതിരെയും ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളക്കെതിരെയും പോരാടുന്ന സേനകളിൽ 200-ലേറെ മിസോ കുക്കി വംശജരുണ്ട്. ഏറ്റുമുട്ടൽ തുടങ്ങിയതു മുതൽ ഐസ്വാളിലെ ബിനയ് മെനാഷെ പ്രാർത്ഥനാലയങ്ങളിൽ ബന്ധുക്കൾക്കായി പ്രാർത്ഥിക്കുന്നവരാണ് ഏറെയും. 1950-കളുടെ തുടക്കത്തിലാണ് മിസോ കുക്കി ഗോത്രക്കാരായ ചിലർ പൂർവികർ ഇസ്രായേലിൽ നിന്ന് അസീറിയൻ ആക്രമണകാലത്ത് കാണാതായ ഗോത്രങ്ങളിൽ ഒന്നിന്റെ തുടർച്ചക്കാരാണ് എന്ന് വാദിച്ചു തുടങ്ങിയത്. 80-കളിൽ ഇസ്രായേലിൽ നിന്നെത്തിയ എലിയാഹു അവിച്ചയിൽ എന്ന റബ്ബി ഈ വിഭാഗക്കാരുടെ ആചാരങ്ങളിൽ പലതിനും ഇസ്രായേലികളുടെ ആചാരങ്ങളുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. കാണാതായ 10 ഗോത്രങ്ങളിൽ ഒന്നായ മെനാഷെ ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ് ഇവർ എന്ന് അവകാശപ്പെട്ട അവിച്ചയിൽ ഈ വിഭാഗക്കാരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ 2005-ൽ മാത്രമാണ് ബിനയ് മെനാഷക്കാരെ ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ചത്. തുടർന്ന് 5000-ഓളം മിസോ വംശജർ ഇസ്രായേലിലേക്ക് കുടിയേറി. ഔദ്യോഗികമായി ജൂതമതം സ്വീകരിച്ച ഇവരെ ആദ്യം ഗാസ മുനമ്പിലാണ് അധിവസിപ്പിച്ചത്. പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഇസ്രായേലിലേക്ക് തിരിച്ചുവരുന്ന മറ്റു ജൂതരെ പോലെ തന്നെ നിർബന്ധിത സൈനിക സേവനമടക്കം വിവിധ പരിശീലനങ്ങൾ ഇവർക്കും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.